ഉള്ളൂ. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കൂടണം. നീ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് പൊട്ടിച്ചു വരണം. നിന്റെ കല്യാണത്തിന് ഞങ്ങളെല്ലാം അങ്ങോട്ട് വരും. അത് വേറെ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. അതെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബിയ, അതാ ഒരു ജെൻസി കിട്ട് കൂടെ ഉണ്ട്. നീ നിനക്ക് 28 വയസ്സല്ലേ ആയുള്ളൂ. ഒരു ജെൻസി കിട്ട് കൂടെ ഉണ്ട്. അപ്പൊ ജെൻസി കിട്ട് ഞാനൊരു ഓൾഡ് ജനറേഷൻ ഉണ്ട്. അതെ, മുനിഭായ് ഒരു മിനിറ്റ് ഇതൊന്നും തീർത്തേക്കട്ടെ. അതെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. വി ആർ റെഡി ടു ആൻസർ. അപ്പൊ ഇത്ര ഉള്ള ജെൻസി കിഡ്സ് any damn topic. How do you handle success? How do you handle success? Okay, for me, work hard and you have to have little luck. And I don't know for Gen Z kids. That's it, struggle. Because ഞങ്ങൾ പാർട്ടി ചെയ്ത് വെളുപ്പിന് 5 മണിക്ക് പാർട്ടി ചെയ്തിട്ട് നെക്സ്റ്റ് മോർണിംഗ് we work from 7 o'clock. That's it. വേറെന്താ എന്തൊക്കെ നല്ല ഉഗ്രൻ. ഞങ്ങൾ 2 പേര് എക്സ്പീരിയൻസ്ഡ് ആണ്. നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും അപ്പ തരും ഉത്തരം. I mean, he doesn't even know how to follow me. I fully agree with him because I met him and I don't know how to follow. ഞാൻ എന്റെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു അന്ന് ഫോളോ ചെയ്യോ. That is what happened. I have lot of followers but I don't know how to. Because ഞങ്ങളുടെ ഏജിൽ ഞങ്ങൾക്ക് അറിയില്ല. എനിക്ക് ഒരാളെ ഫോളോ ചെയ്യാനോ അറിയില്ല. I gave my phone to and then he did it. സത്യം പറയണേ, വെറുതെ അല്ല. നീ ചോദിച്ച ആദ്യം നീ വേറെ എന്തോ ചോദിച്ചു. Because only you have so many followers, you don't necessarily have to follow everyone. Not that. I'm just joking. Yeah, okay, not that. എനിക്ക് see നമ്മുടെ ജനറേഷനിൽ നമുക്കത് അറിയുന്നില്ല. മനസ്സിലായല്ലോ? We don't know. നീ എൻ്റെ അടുത്ത് ഒരു ബിൽഡിംഗ് പണിയാൻ പറ, കണ്ണടച്ച് പറയും എത്ര ഘട്ടത്തിന് വേണ്ടി സ്റ്റോക്കിനെ പറ്റി പറ. ഇവിടുത്തെ എറണാകുളത്തെ I was controlling stock exchange. Okay, 90s I was controlling Cochin Stock Exchange. Appo para. How do you handle electric comments? How do you handle electric comments? Love them. Wait. Let him answer, then I will answer. പട്ടികൾ കുറയ്ക്കും. We know how to handle them. We say shh. They handle. That is his version. Okay, your version. My version is I don't have time to read this comment. I never read this comment. Okay, എനിക്ക് വരുന്ന messages, എനിക്ക് വരുന്ന comments, I don't read. I just do this just for the fun of it. Perfect. Perfect. Yeah. നീ അത് എനിക്കിട്ട് അടിയാണല്ല. അത് പബ്ലിക്കായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര പ്രശ്നം. സത്യം പറഞ്ഞ എല്ലാവരും ജോലിക്കാരാണ്. സത്യം പറഞ്ഞാൽ ഈ തറവാട് 175 കൊല്ലം പഴക്കമുള്ള ഈ തറവാട്, ദാറ്റ് ഈസ് ഒല്ലാര്. എന്റെ ഫാദറിന്റെ പേര് ഗോപിനാഥൻ. അതാണ് എന്റെ ഒറിജിനൽ. പക്ഷെ ഞാനത് അതാ പറയണേ, അതിന്റെ ഫുൾ ഫോമ പറഞ്ഞോണ്ടിരിക്കണേ എല്ലാരും ഗോപിനാഥൻ. പക്ഷെ അത് ഞാനിപ്പം പലയിടത്തും പല ജെൻസി ഗ്രൗണ്ടിന്റെ അടുത്ത് പറയുമ്പോ ഞാൻ പറയും I said maybe a lot of people say original gangster. But ഞാൻ ചിലപ്പോ വല്ല ഗേൾസ് ഒക്കെ എടുത്ത് വെക്കുമ്പോ പറയും orgasm guarantee. അത്രേ ഉള്ളൂ. അപ്പോ പിന്നെ അല്ലാണ്ട് 28 ഞാൻ 60 മുകളിലേ പറയണേ. എത്രയും ഞാൻ പറയൂല.
Huh? What? Who do you look up to? Why should I look you up? I don't know. I don't look up to anybody. You look to yourself. You see the mirror in the morning and you look into yourself. That's it. Why should you look up to somebody? Huh? Huh? Somebody who's inspired, Brad Pitt. Obviously. Huh? Obviously. Oh, yeah. That's it. Once upon a time in Quentin Tarantino movies. Okay? Quentin Tarantino movies, Guy Ritchie movies, all those things inspired me a lot. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണം ബിരിയാണി ചെമ്പ് പൊട്ടിച്ചാലോ?